സിനിമാസ് റിവ്യൂ മീഡിയയിലേക്ക് സ്വാഗതം. ബ്രാഡ് പിറ്റിൻ്റെ കരിയറിൽ തന്നെ മികച്ച 10 സിനിമകളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കേണ്ട മസ്റ്റ് വാച്ച് മൂവികളാണിത്. വീഡിയോയിലോട്ട് കടക്കും മുമ്പ് എനിക്ക് നിങ്ങളോട് ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തൊരു ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. മിസ്റ്റർ ആൻഡ് മിസ്സസ് സ്മിത്ത് IMDb 6.5 റേറ്റിംഗ് ഉള്ള 2005 പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ റൊമാൻസ് ചിത്രമാണ് മിസ്റ്റർ ആൻഡ് മിസ്സസ് സ്മിത്ത് എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഈ ഒരു സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, തൻ്റെ ജോലി എന്താണെന്ന് പരസ്പരം അറിയിക്കാത്ത ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടുള്ള ജോൺ ആൻഡ് ജെയിൻ വ്യത്യസ്ത ഏജൻസി സ്ഥാപനങ്ങളിൽ നിന്നും സ്പെഷ്യൽ ഫോഴ്സ് ഓഫീസറായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇരുവർക്കും അറിയാതെ ഒരേ ടാർഗറ്റ് ആയിട്ടുള്ള ബെഞ്ചമിൻ എന്ന് പറയുന്ന വ്യക്തിയെ കൊല്ലാൻ ഏൽപ്പിക്കുകയും പിന്നീട് പരസ്പരം കാണുന്ന ഇവർക്ക് സത്യങ്ങൾ കണ്ടെത്തുകയും ഇരുവരുടെയും ഏജൻസികളിൽ നിന്നും ഹസ്ബൻഡ് വൈഫിനെയും വൈഫ് ഹസ്ബൻഡിനെയും കൊല്ലാൻ ഇരുവരുടെയും ഏജൻസികളിൽ നിന്നും ടാർഗറ്റ് നൽകുകയും പിന്നീട് എന്തെല്ലാം സംഭവവികാസങ്ങളാണ് ഇവർക്ക് നേരിടേണ്ടി വരുന്നത് എന്നാണ് ചിത്രം പറയുന്നത്. ബ്രാഡ് പിറ്റിൻ്റെയും ഏഞ്ചല ജോളിയുടെയും മികച്ച കൂട്ടുകെട്ടുള്ള ഒരു നല്ലൊരു ചിത്രമാണിത്. നല്ലൊരു റൊമാൻറ്റിക് ആക്ഷൻ ചിത്രമാണിത്. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇതൊരു മസ്റ്റ് വാച്ച് മൂവിയാണിത്. Identities are a secret. You have an unusual problem, Jane. You obviously want me dead. And I'm less and less concerned for your well-being. So what do we do? You still alive, baby? സ്പൈ ഗെയിം IMDb 7.1 റേറ്റിംഗ് ഉള്ള 2001 പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് സ്പൈ ഗെയിം. ബ്രാഡ് പിറ്റ് ഈ സിനിമയിൽ ടോം ബിഷപ്പ് എന്ന കഥാപാത്രമായാണ് അഭിനയിച്ചിരിക്കുന്നത്. ബ്രാഡ് പിറ്റിൻ്റെ സീനിയർ CIA ഓഫീസറായ നാഥൻ തൻ്റെ 30 വർഷത്തിലെ സർവീസിന് ശേഷം വിരമിക്കൽ ദിവസത്തിൽ ചാരവൃത്തി ആരോപിച്ച് ടോം ബിഷപ്പ് എന്ന നമ്മുടെ ബ്രാഡ് പിറ്റിനെ ചൈനയിൽ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ടോം ബിഷപ്പിനെ രക്ഷിക്കാൻ പോകുന്ന CIA ഏജന്റായ നാഥന് എന്തെല്ലാം സംഭവവികാസങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നാണ് ചിത്രം പറയുന്നത്. റോബർട്ട് റെഡ്ഫോർഡിൻ്റെയും ബ്രാഡ് പിറ്റിൻ്റെയും കിടിലൻ പ്രകടനം തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈപ്പ് എന്നത്. ആക്ഷൻ സീക്വൻസുകളെല്ലാം തന്നെ മനോഹരമാക്കിയിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായും ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇതൊരു മസ്റ്റ് വാച്ച് ബ്രാഡ് പിറ്റ് മൂവിയാണ്. വേൾഡ് വാർ സെറ്റ് IMDb 7 റേറ്റിംഗ് ഉള്ള 2013 പുറത്തിറങ്ങിയ ഒരു സോംബി റിലേറ്റഡ് ചിത്രമാണ് വേൾഡ് വാർ സെറ്റ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഈ ഒരു സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ലോകം മുഴുവനും സോംബീസുകൾ വന്ന് പടർന്നു പിടിക്കുമ്പോൾ അത് തടയാൻ ശ്രമിക്കുന്ന മുൻ ഇൻവെസ്റ്റിഗേറ്ററായിട്ടുള്ള ബ്രാഡ് പിറ്റിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത്. നിങ്ങളെ കൂടുതലായി ത്രില്ലടിപ്പിച്ച് നിർത്താനും അതുപോലെ തന്നെ യഥാർത്ഥ സോംബി മൂവി എങ്ങനെ ആവണമെന്ന് എടുത്തു കാണിച്ച ഒരു സിനിമ കൂടിയാണിത്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇതൊരു മസ്റ്റ് വാച്ച് ബ്രാഡ് പിറ്റ് മൂവിയാണിത്. ട്രോയ് IMDb 7.2 റേറ്റിംഗ് ഉള്ള 2004 പുറത്തിറങ്ങിയ ഒരു വാർ ആക്ഷൻ ഹിസ്റ്റോറിക്കൽ ചിത്രമാണ് ട്രോയ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഈ സിനിമയിൽ എറിക് ബാന മുഖ്യ കഥാപാത്രമായി അഭിനയിച്ചിട്ടുണ്ട്. ഈ ഒരു സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, 2 പ്രമുഖ രാഷ്ട്രങ്ങളായിട്ടുള്ള സ്പാർട്ടയും ട്രോയും വർഷങ്ങൾക്ക് നീണ്ട സംഘർഷങ്ങൾക്കൊടുവിൽ സമാധാനത്തിലാവുകയും സമാധാന വിരുന്നിനിടെ ട്രോയ് രാജ്യത്തിലെ ട്രോജൻ രാജകുമാരൻ പാരീസ് സ്പാർട്ടയിലെ രാജാവിൻ്റെ ഭാര്യയെ പ്രണയിക്കുകയും ആരും അറിയാതെ ട്രോയ് രാജ്യത്തോട് കൊണ്ടുവരികയും ചെയ്യുന്നു. പിന്നീട് സ്പാർട്ട എന്ന രാജ്യവും അതുപോലെ തന്നെ ട്രോയ് എന്ന രാജ്യവും തമ്മിലുള്ള ഗംഭീര യുദ്ധത്തിൻ്റെ കഥ പറയുന്ന സിനിമയാണിത്. ബ്രാഡ് പിറ്റിൻ്റെ മികച്ചൊരു സിനിമ കാണാൻ ഇഷ്ടമുള്ളവരും പിന്നെ പറയുവാണെങ്കിൽ വാർ ആക്ഷൻ സിനിമകൾ കാണാൻ ഇഷ്ടമുള്ളവരും കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് വാച്ച് മൂവിയാണിത്. തീർച്ചയായും ഒന്ന് കാണാൻ ശ്രമിക്കുക. മണിബാൾ IMDb 7.6 റേറ്റിംഗ് ഉള്ള 2011 പുറത്തിറങ്ങിയ ഒരു സ്പോർട്സ് ഡ്രാമ ചിത്രമാണ് മണിബാൾ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. മിച്ചൽ ലൂയിസ് എന്ന വ്യക്തിയുടെ ജീവിതത്തെ ആസ്പദമാക്കി എടുത്ത ചിത്രമാണിത്. ഈ ഒരു സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഓക്ലൻഡ് എയുടെ GM ആയിട്ടുള്ള ബ്രാഡ് പിറ്റ് ബേസ്ബോളിലെ ഏറ്റവും കുറഞ്ഞ ശമ്പള പരിമിതിയുള്ള വ്യക്തിയാണ്. ബേസ്ബോളിൽ തൻ്റെ ടീമിനെ ഉയർന്ന ലെവലിൽ എത്തിക്കുവാനും ലോക സീരീസിൽ ഇടം നേടുക എന്ന തൻ്റെ ആഗ്രഹം സാധിച്ചെടുക്കുന്നതിന് വേണ്ടി സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ സമീപനം ഉപയോഗിച്ച് ടീമിനെ തയ്യാറാക്കുകയും പിന്നീട് ബ്രാഡ് പിറ്റിനെ ടീമിന് വിജയിക്കാനാകുമോ ഇല്ലയോ, സാമ്പത്തികവും വെല്ലുവിളികളും സമ്മർദ്ദങ്ങളും എല്ലാം നേരിട്ടുകൊണ്ട് തൻ്റെ ടീമിനെ ലോക സീരീസിൽ ഇടം പിടിക്കുമോ ഇല്ലയോ എന്നാണ് ചിത്രം പറയുന്നത്. സ്ലോ ബേസിൽ പോകുന്ന ഒരു ബയോഗ്രഫിക്കൽ സ്പോർട്സ് ഡ്രാമ ചിത്രമാണിത്. കണ്ടിട്ടില്ലാത്തവർ ഒരു വട്ടമെങ്കിലും ഒന്ന് കാണാൻ ശ്രമിക്കുക. Happening in Oakland. It defies everything we know about baseball. Just plain
crazy. ലെജൻഡ്സ് ഓഫ് ദ ഫാൾ IMDb 7.6 റേറ്റിംഗ് ഉള്ള 1994 പുറത്തിറങ്ങിയ ഒരു ഡ്രാമ റൊമാൻസ് വാർ ചിത്രമാണ് ലെജൻഡ്സ് ഓഫ് ദ ഫാൾ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ആന്റണി ഹോപ്കിൻസ്, ഐഡൻ ക്യൂൻ, ജൂലിയ എന്നിവരെല്ലാം തന്നെ പ്രധാന കഥാപാത്രങ്ങളെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ ഒരു സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ തദ്ദേശീയമായ അമേരിക്കക്കാരോടുള്ള നിലപാടുകളിൽ മനമടുത്ത് മൊണ്ടാനയിലെ ഒരു ഒറ്റപ്പെട്ട പ്രദേശത്ത് ജീവിതം നയിക്കുന്ന കേണൽ ലെഡ്ലോയുടെയും അദ്ദേഹത്തിൻ്റെ മക്കളായിട്ടുള്ള ബ്രാഡ് പിറ്റ്, ട്വിസ്റ്റൻ, സാമുവൽ എന്നീ ഈ 3 മക്കളുടെയും കഥയാണ് ചിത്രം പറയുന്നത്. ഇവരുടെ ജീവിതത്തിലെ പ്രണയം, ചരിത്രം ഇതെല്ലാം എങ്ങനെയാണ് ഇവരെ ബാധിക്കുന്നത് എന്നാണ് സിനിമയുടെ പ്രധാന സ്റ്റോറി ബേസ് എന്നത്. ഈ ചിത്രം കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇതൊരു മസ്റ്റ് വാച്ച് ബ്രാഡ് പിറ്റ് മൂവിയാണ്. Boys, if I've never seen a war. Help me! General! Justin! ഓഷ്യൻസ് 11 IMDb 7.8 റേറ്റിംഗ് ഉള്ള 2001 പുറത്തിറങ്ങിയ ഒരു ക്രൈം ത്രില്ലർ ചിത്രമാണ് ഓഷ്യൻസ് 11 എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ജോർജ് ക്ലോണി, മാറ്റ് ഡാമൻ എന്നിവരെല്ലാം തന്നെ ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ ഒരു സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡിനിയെ ഓഷ്യൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം 4 വർഷങ്ങൾക്ക് ശേഷം പരോളിൽ പുറത്തിറങ്ങുകയും ഒരു കാസിനോ കൊള്ളയടിക്കാൻ ലക്ഷ്യമിടുകയും ചെയ്യുന്നു. പിന്നീട് ഈ ഒരു സാഹസത്തിന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ബ്രാഡ് പിറ്റും അദ്ദേഹത്തിൻ്റെ കൂടെ 9 പേര് കൂടി ചേരുകയും ചെയ്യുന്നു. പിന്നീട് എന്തെല്ലാം സംഭവവികാസങ്ങളാണ് നടക്കുന്നത് എന്നാണ് ചിത്രം പറയുന്നത്. ഈ ഒരു സിനിമ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള കാരണം ഈ ഒരു സിനിമയുടെ തിരക്കഥയാണ്. വലിയ ബോറടിയൊന്നും ഇല്ലാതെ കടന്നു പോകുന്ന ഈ ഒരു ചിത്രം ഇനിയും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇതൊരു മസ്റ്റ് വാച്ച് മൂവിയാണ്. But these guys. We're set. Do it already. Well, did you check the batteries? ഇൻഗ്ലോറിയസ് ബ്ലാസ്റ്റേഴ്സ് IMDb 8.3 റേറ്റിംഗ് ഉള്ള 2009 പുറത്തിറങ്ങിയ ഒരു വാർ അഡ്വഞ്ചർ ഡ്രാമ ചിത്രമാണ് ഇൻഗ്ലോറിയസ് ബാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ക്വിന്റൻ ടാരന്റിനോ, ക്രിസ്റ്റഫർ വോൾട്സ് എന്നിവരെല്ലാം തന്നെ ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അഭിനയിച്ചിട്ടുണ്ട്. ഈ ഒരു സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജർമ്മൻ അധിനിവേശ ഫ്രാൻസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന തൻ്റെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്ത ഹിറ്റ്ലറെ വധിക്കുക എന്ന ജീവിത ലക്ഷ്യമായി നടക്കുന്ന ഷോഷാന എന്ന ജൂത യുവതിയുടെയും പരമാവധി നാസികളെയും പറ്റിയാൽ ഹിറ്റ്ലറെയും കൊല്ലുക എന്ന ലക്ഷ്യമായി രൂപമെടുത്ത അമേരിക്കൻ ഗ്രൂപ്പായിട്ടുള്ള ബാസ്റ്റാർഡ്സ് എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ധീരന്മാരുടെ പ്രവർത്തനങ്ങളെ എടുത്തു കാണിച്ചാണ് ഈ ഒരു സിനിമയുടെ കഥ പുരോഗമിക്കുന്നത്. മികച്ച തിരക്കഥയും പിന്നെ പറയുകയാണെങ്കിൽ മികച്ച അഭിനയ മുഹൂർത്തങ്ങളും കാണുന്ന ഓരോ പ്രേക്ഷകരെയും ത്രസിപ്പിച്ച് നിർത്താൻ ഈ ഒരു സിനിമയ്ക്ക് കഴിയുന്നുണ്ട്. കാണാത്തവർ ഇനിയും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും അവർക്കൊരു വലിയ നഷ്ടമായിരിക്കും. ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇതൊരു മസ്റ്റ് വാച്ച് മൂവിയാണ്. Nancy ain't got no humanity. Each and every man under my command owes me 100 Nazi scalps. And I want my scalps. 7 IMDb 8.6 റേറ്റിംഗ് ഉള്ള 1995 പുറത്തിറങ്ങിയ ഒരു ക്രൈം ത്രില്ലർ ചിത്രമാണ് 7 എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഈ ഒരു സിനിമയിൽ മോർഗൻ ഫ്രീസൺ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ ഒരു സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 7 പാപങ്ങളുടെയും അതിക്രമങ്ങളുടെയും ഉത്തമ ഉദാഹരണങ്ങളെ പ്രതിനിധീകരിക്കുന്ന 7 ഇരകളെ തിരഞ്ഞെടുത്തുകൊണ്ട് കൊല്ലുന്ന ഒരു സീരിയൽ കില്ലറെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്ന 2 ഡിറ്റക്റ്റീവായിട്ടുള്ള മോർഗൻ ഫ്രീസണും ബ്രാഡ് പിറ്റിലൂടെയുമാണ് കഥ പുരോഗമിക്കുന്നത്. സൈക്കോ കില്ലറായി അഭിനയിച്ച കെവിൻ സ്പേസിയുടെയും അതോടൊപ്പം തന്നെ ഡിറ്റക്റ്റീവായി അഭിനയിച്ച ബ്രാഡ് പിറ്റിൻ്റെയും മോർഗൻ്റെയും അഭിനയങ്ങളെല്ലാം തന്നെ തീർച്ചയായും എടുത്തു പറയേണ്ട ഒന്നാണ്. ഈ സിനിമ തമിഴ് ഡബിൽ അവൈലബിൾ ആണ്. ഒരു സൈക്കോ സിനിമ കാണാൻ ഇഷ്ടമുള്ളവരും ഒരു ബ്രാഡ് പിറ്റിൻ്റെ മികച്ച ഒരു സിനിമ കാണാൻ ഇഷ്ടമുള്ളവരും കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് വാച്ച് മൂവിയാണിത്. ഒന്ന് കാണാൻ ശ്രമിക്കുക. Two more victims. This guy is methodical, exacting, and worst of all, patient. He's laughing at us. Have you ever seen anything like this? No. ഫൈറ്റ് ക്ലബ്ബ് IMDb 8.8 റേറ്റിംഗ് ഉള്ള 1999 പുറത്തിറങ്ങിയ ഒരു ഡ്രാമ ഡാർക്ക് കോമഡി ചിത്രമാണ് ഫൈറ്റ് ക്ലബ്ബ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഈ സിനിമയിൽ ബ്രാഡ് പിറ്റ് ഒരു സഹനടൻ റോളിലാണ് അഭിനയിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻസോമേനിയ പേഷ്യൻ്റ് ആയിട്ടുള്ള നറേറ്റർ ഒരു ഓട്ടോമൊബൈൽ കമ്പനിയിലെ റീകോൾ സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കേണ്ട തൻ്റെ ജോലിയുടെ ഭാഗമായി ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഡെലിയർ ഡെസർ എന്ന് പറയുന്ന സോപ്പ് തയ്യാറാക്കി മാർക്കറ്റ് ചെയ്യുന്ന ടൈലർ എന്ന നമ്മുടെ ബ്രാഡ് പിറ്റിനെ പരിചയപ്പെടുകയും പിന്നീട് കഥാനായകൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവവികാസങ്ങൾ നടക്കുന്നു എന്നാണ് ചിത്രം പറയുന്നത്. നല്ലൊരു കഥ വ്യത്യസ്തമായി അവതരിപ്പിച്ച ഡേവിഡ് ഫിഞ്ചർ ചിത്രം ഇനിയും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇതൊരു മസ്റ്റ് വാച്ച് മൂവിയാണ്. Odds and rock stars, but we won't. We had a plan.
Weiler we trusted. I gotta take Fight Club up a notch. Each one of you has a homework. ഈ ഒരു 10 സിനിമകളും ഇതുകൂടാതെ ഒരുപാട് നല്ല ബ്രാഡ് പിറ്റ് മൂവികളും എല്ലാം തന്നെ എൻ്റെ ടെലിഗ്രാം ചാനൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് കയറി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ വൈൻഡ് ചെയ്യാൻ സമയമായി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കൊടുക്കുക. അടുത്ത നല്ലൊരു റിവ്യൂമായി നമുക്ക് ഇനിയും കാണാം. നന്ദി.